എന്റെ പൊന്നു തമ്പുരാൻ, ഇതൊരു വീടാണോ? ഇത് കിടക്കുന്ന മുറി ഇതെല്ലാം കൂടി എന്നത്തിനുണ്ടാക്കി വെച്ചേക്കുന്നത് ആർക്കറിയാം? എന്ത് ചെയ്യും? ഇത് എന്നെ നോക്കിയാ ഇത്? എന്റെ പൊന്നു ചേച്ചി അതെടുത്ത് കളയല്ലേ. എന്റെ ബാങ്ക് ഉദ്യോഗത്തിന് ആകെയുള്ളൊരു സമ്പാദ്യം അത്. പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്തോന്നിട്ട് ഇതിനെല്ലാം കൂടി അടുക്കി പെറുക്കി വെച്ചേക്കുന്നതാന്ന് ആർക്കറിയാം? ഇതെന്നതാ കോലോ? ഇതൊക്കെ എന്നാത്തിനാന്ന് ആർക്കറിയാം? കവറും ഒരു മുറിയാണോ ഇത്? വൃത്തിയില്ലാത്ത കുറെ എണ്ണങ്ങൾ. കണ്ടു നിന്നെ കണ്ടു എൻ്റെ അമ്മാവനും അടുത്ത ദിവസം വരുന്നുണ്ട്. ചേച്ചി അറിഞ്ഞു കണ്ട് അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തോണേ. നോക്കി കണ്ട് കറികളൊക്കെ ഉണ്ടായിക്കോണം. അതിന് ഞാനെന്തോ വേണം അവര് വരുന്നതിന്? അല്ല, വേറെ ആരുമല്ല, അമ്മാവനും അമ്മായിയാണ് വരുന്നത്. നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ, ഒരു കാര്യം ചെയ്യേ, അവര് വരുമ്പോഴേ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ വാങ്ങി വെക്ക. എനിക്ക് പറ്റിയല്ല അവരെ തീറ്റി കുടിപ്പിച്ച് ഗ്ലാസ് കഴുകി വെക്കാനൊന്നും. ആ, എന്തുവാ നോക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും. അതല്ലാണ്ട് ഇനി വരുന്നവർക്കും പോകുന്നവർക്കൊന്നും എല്ലാം വെച്ച് വേണം. അതിനുള്ള സാലറി ഒന്നും എനിക്ക് തരുന്നില്ല. ഞാൻ അത്രയും ഉണ്ടാക്കിയല്ല, നിങ്ങൾക്ക് മാത്രം ഉള്ളതുണ്ടാക്കും കേട്ടാ. ആഹാ, ഇത് എങ്ങോട്ടായി പറഞ്ഞു പറഞ്ഞ് പോകുന്നത്? കൊള്ളാലോ. ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ആൾ കൊടുക്കും, നിങ്ങൾ വേറെ ഒരാളെ കൂടെ അങ്ങോട്ട്, ഒരു കുക്കിനെ കൂടെ അങ്ങോട്ട് വയ്യ. നിങ്ങൾ തരുന്ന സാലറിക്ക്, നിങ്ങൾ തരുന്ന പൈസക്ക് എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല പിന്നെ, ഇത് കൊള്ളാലോ. ആഹാ, നിങ്ങളുടെ സൗകര്യത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്ന പൈസ കൂടെ തരുന്നുണ്ടല്ലോ. പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടായി കയറി പോകുന്നത്? അത് കൊള്ളാലോ. അങ്ങനെ ഇളക്കുവാണല്ലോ. നിർത്തിക്കുക അങ്ങോട്ടെ. എൻ്റെ കയ്യിൽ നിങ്ങൾ കഴിഞ്ഞ മാസം ക്രെഡിറ്റിൽ ചേർക്കാമെന്ന് പറഞ്ഞ് 35,000 രൂപ വാങ്ങിയില്ലായിരുന്നോ? അത് എപ്പോൾ തരുമോ? അയ്യോ ചേച്ചി, ദേഷ്യപ്പെടല്ലേ. ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. അതെ, പിന്നെ വികാര വിസ്ഫോടനത്തിനിടയ്ക്ക് ഞാൻ അങ്ങ് ഇച്ചിരി സൗണ്ടായി പോയെന്ന്. അമ്മാവനും അമ്മായിയും ഒക്കെ അല്ലേ വരുന്നത്. അന്ന് ചങ്ക് കടന്ന് ഇടിച്ചു പോയി. ഞാൻ ചേച്ചിക്ക് പൈസ തരാന്നേ. 35,000 രൂപയല്ലേ, അത് തന്നേക്കാം. ഇത് നോക്കി കണ്ട് തിന്നോണേ. അങ്ങനെ വഴിക്ക് വാ, നേരെ വാ. എൻ്റെ കയ്യിൽ നിന്നുള്ള കാശും വാങ്ങിയിട്ട് ഇത് എന്നെ കിടന്ന് ഭരിക്കാൻ വരുത്താം. അല്ല പിന്നെ എൻ്റെ പൊന്നി ചേച്ചി ഒന്ന് പറയുന്ന കേൾക്ക്. അങ്ങനെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഏതായാലും അവർ 2 ദിവസം കഴിയുമ്പോൾ വരുന്നതല്ലേ. നമുക്ക് കുറച്ച് എല്ലാവരും ഒന്ന് വൃത്തി ഒന്നും കൂടി ആക്കണ്ടേ. ചേച്ചി അങ്ങനെ ഒന്നും പറയും. നമുക്ക് വേണ്ട, ഞാൻ ചേച്ചി വേണ്ട ഒക്കെ ഞാൻ പാത്രം കഴുകാൻ നമുക്ക് കൂടാം, എല്ലാത്തിനും കൂടാം. ശമ്പളം തരുന്നതല്ലേ. അല്ല, എന്നാലും ഞാൻ കൂടാം. ആ, പിന്നെ ഞാൻ നാളെ വരത്തില്ല. കാറോ? 15 ലക്ഷത്തിൻ്റെയോ? ഇവിടെ ദൈവമേ, 15 ലക്ഷത്തിൻ്റെ കാറ് ഇവിടെ. ബാക്കിയുള്ളവർക്ക് സ്കൂട്ടി ആണുള്ളത്. തള്ളായി 15 ലക്ഷത്തിന്. അല്ല പിന്നെ ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ, എന്താ? കടം മേടിക്കാനായിരിക്കും. അതല്ല ചേച്ചി, അതല്ല ചേച്ചിയുടെ വണ്ടി എടുക്കുമ്പോഴേ കുറച്ച് ദിവസത്തേക്ക് ആ വണ്ടി ഒന്ന് എൻ്റെ പോർച്ച് വന്നിട്ടേക്കാവോ? അല്ല, അമ്മാവനും അമ്മായിയൊക്കെ വരുന്നില്ല, അന്നേരം ഒരു ഒന്ന് ചെയ്യാമോ? അപ്പം ബന്ധുക്കളുടെ മുന്നിൽ മൊത്തം ഉടായിപ്പാണല്ലേ.